ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ സന്ധ്യാസമയം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും എൻ്റെ യജമാനനും എൻ്റെ ഉടയവനും എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ സ്നേഹത്തിൽ എൻ്റെ അഭിവാദനങ്ങൾ. Greetings to you all in the matchless name of my Lord and my Savior Jesus Christ this evening. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നോ? സുഖവും സന്തോഷവും ഇല്ലേ? എന്തോ ക്രിസ്തീയ ജീവിതമായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. I want you to open your Bibles to 2 Peter chapter 1 verse 19. 2 പത്രോസ് 1 അധ്യായം 19 വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പൊന്നോമന പുത്രനും അടിയങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിൻ്റെ ദാസീദാസന്മാരാകുന്ന അടിയങ്ങൾ ഒരുമിച്ച് ദൈവസിംഹാസനത്തിങ്കലേക്ക് അടുത്തു വരുന്നു. അങ്ങനെ അടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് പദവിയും അവകാശവും തന്ന്, പുത്രത്വത്തിൻ്റെ ആ പദവി തന്ന് ഞങ്ങളെ മാനിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. മുമ്പേ ഞങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. മുമ്പേ നിങ്ങൾ ദൂരസ്ഥന്മാർ, ഇപ്പോഴോ നിങ്ങൾ സമീപസ്ഥന്മാർ. ഞങ്ങളെ ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് ഏകജാതനായ പുത്രനെ കാൽവറിയിൽ കുരുതി കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കാണിച്ച വിലയേറിയ സ്നേഹത്തിനായിട്ട് പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പുത്രനാം ദൈവമേ, സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞു തന്നെത്താൻ ഒഴിച്ച് തൻ്റെ സൃഷ്ടിയോളം താഴ്ന്നിറങ്ങി വന്ന് ഞങ്ങളുടെയും ഞങ്ങളുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ആമീൻ അഭയയാചനയുമായിരിക്കുന്ന പുത്രനാം ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, പുത്രനെ ആ പ്രവൃത്തി തികച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തി കൊടുത്ത് ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അടിയങ്ങളെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നടത്തിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ദൈവപുത്രന് വേണ്ടി ഹൃദയം തുറക്കുവാൻ ഞങ്ങളെ നിർബന്ധിച്ച പരിശുദ്ധാത്മാവാം ദൈവമേ, ഇന്നും ഞങ്ങളുടെ മെൻറ്ററായി, ടീച്ചറായി, ഇൻസ്ട്രക്ടറായി, കോച്ചായി, ഞങ്ങളുടെ ഗൈഡായി, ഞങ്ങളുടെ കംഫർട്ടറായി, ഞങ്ങളുടെ നല്ല സഖിയായി കൂടെ ഇരിക്കുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ദുഃഖവേളകളിൽ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തോത്രവും ബഹുമാനവും ബലവും മഹത്വവും ആരാധനയും സഭയായി ഞങ്ങൾ അർപ്പിക്കുന്നു. തൻ്റെ സ്തുതികളാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാനെ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങേക്കൊപ്പം പറയുവാൻ ഒരാളില്ല, അങ്ങേപ്പോലെ ആരാധ്യനുമാരുമില്ല. അങ്ങേ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം തന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇന്ന് രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി വേദനയോടെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കണമേ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു സെഡ് യു ആർ ദ ഗോഡ് ദാറ്റ് ഹീലത്ത് thee, Jehovah Rapha you are, touch them O Lord, heal them O Lord. നിന്റെ കരം നീട്ടി അവരെ സൗഖ്യമാക്കണം. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം അവർക്ക് വേണ്ടി ഞങ്ങൾ അവകാശമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരായിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭനമായ ഭാവിയിലേക്ക് അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ നടത്തുമാറാകണമേ. അവരെ ദൈവമാർഗത്തിൽ വളർത്തുവാൻ ആവശ്യമായി ദൈവകൃപ മാതാപിതാക്കൾ കൊടുക്കുമാറാകണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഭവനം കൊടുക്കണമേ. കടഭാരത്താൽ വലയുന്നവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് നടത്തണമേ. എല്ലാവരെയും നിറയ്ക്കുന്നവൻ നീ ആയിരിക്കാൽ നിൻ്റെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നില്ല കർത്താവേ. നിൻ്റെ കൃപയിൽ മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ.
ആമീൻ. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണം, സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. അടുത്തൊരാഴ്ച ജീവിക്കുവാൻ ആവശ്യമായി ദൈവകൃപ തരണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിക്കൊണ്ടാൽ നിനക്ക് നന്ന്, നിനക്ക് നന്ന്, നിങ്ങൾക്ക് നന്ന് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണിത്? ഈ അപ്പോസ്തലൻ പത്രോസ് തൻ്റെ വയസ്സാം കാലത്ത് എഴുതുന്ന ഒരു ലേഖനമാണ്. മരണത്തിന് തൊട്ട് മുമ്പ് എഴുതുന്ന ഒരു ലേഖനമാണ്. പത്രോസ് ഉപദേശി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ഈ ഒരു കാര്യം മാത്രമേ ഇങ്ങർക്ക് പറയാനുള്ളൂ. നമ്മുടെയൊക്കെ സഭകളിൽ ചിലരുണ്ടല്ലോ, ഞങ്ങളുടെ സഭയിൽ അച്ഛനുണ്ടായിരുന്നു, എല്ലാ ഞായറാഴ്ചയും സാക്ഷ്യം പറയുന്നിടത്ത് ഒരേ പാട്ടും പാടിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്. എന്നും അദ്ദേഹത്തെ ഓർക്കും. ഇതുപോലെ ചിലരുണ്ടല്ലോ, ഒരേ കാര്യമേ ഉള്ളൂ. ഇതുപോലെ പത്രോസ് പറയുകയാണ് 13-ാം വാക്യം. ഇതൊരു എക്സ്പോസിറ്ററി സെർമണാണ്, ഒരു 8 ആഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയാണ്. അത് ചുരുക്കി ഒരു പ്രസംഗത്തിൽ ഒതുക്കി പറയാൻ ശ്രമിക്കാമെന്നുള്ളതേ ഉള്ളൂ. മുഴുവൻ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. വായിച്ചാട്ടെ 13-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ മൺകൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ എർതൻ വെസൽ. എൻ്റെ മൺകൂടാരം പൊളിയാനുള്ള സമയമായി. എൻ്റെ കർത്താവ് എനിക്ക് മുന്നറിവ് തന്നു. ശിമോനെ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ തന്നെ അരമുറുക്കി നിനക്ക് ഇഷ്ടമുള്ള ഡിറക്ഷനിലേക്ക് നീ നടന്നു. എന്നാൽ നീ വൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിൻ്റെ അരമുറുക്കി നിനക്ക് ഇഷ്ടമല്ലാത്ത ഡിറക്ഷനിലേക്ക് നിന്നെ നയിക്കും എന്ന് കർത്താവ് അന്ന് പറഞ്ഞിരുന്നു. ഏറെക്കുറെ ആ സമയം അടുത്തു. എന്നിട്ട് പറയുകയാണ്, ഈ കൂടാരത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം ഇത് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി തന്നെ, ഇതിനകത്ത് ഞാൻ അയുക്തിയൊന്നും കാണുന്നില്ല. ഈ കൂടാരത്തിൽ ഇനി അല്പകാലം കൂടെ ഉള്ളൂ. എത്രയും കാലം ഇരിക്കുന്നുവോ ഇത് തന്നെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇദ്ദേഹം ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന കാര്യം? ചില കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബലത്താലല്ല, നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല, ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. If you do these things, you will never fail, never be defeated, and you will get a rich welcome into the eternal kingdom of our Lord and Savior Jesus Christ. നിങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ. ദൈവ കൃപയിൽ ആശ്രയിച്ച് ചെയ്യണം. ഇവിടെ പാടിയ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതെന്നറിയോ? കൃപയുടെ തീരത്ത് ഞാൻ വന്ന് നിന്നു, ഇനി അവിടുന്ന് ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൃപ ഓരോ സ്റ്റെപ്പും വെക്കുന്ന കൃപയാലാണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പോസിറ്ററി സെർമണാണ്. നമ്മൾ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. വായിച്ചാട്ടെ. ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനും. സെർവൻ്റ് ആൻഡ് അപ്പോസ്റ്റൽ. നേരത്തെ 1-ാം അധ്യായം 1-ാമത്തെ ലേഖനം വായിച്ചാൽ അപ്പോസ്തലനെന്നേ ഉള്ളൂ. ഇവിടെ അപ്പോസ്തലനും ദാസനും എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂദായുടെ ലേഖനം വായിച്ചാൽ ദാസൻ എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ. സ്തോത്രം. നീ ഇന്ന് രാത്രി ഒരു ദൈവ പൈതൽ എന്ന ലേബലുമായി ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാലാണെന്ന്. സ്തോത്രം. It is not your righteousness, it is not your effort, it is not your something from your side, but by the grace, but by the righteousness of our Lord God Almighty. ദൈവത്തിൻ്റെ നീതിയാൽ. ദൈവത്തിന് സ്തോത്രം. അത് മറന്നു പോകരുത്. ദൈവം തൻ്റെ നീതി ഒരു നീതിയുമില്ലാതിരുന്ന നിന്നിലേക്ക് പകർന്നെന്ന്. എന്തിന്?
ആ നീതി നിന്നിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകേണ്ടതിന് God Almighty imputed His righteousness in you so that you may impart it. ലോകത്തിന്റെ മുമ്പിൽ നീ ദൈവത്തിന്റെ നീതി പ്രദർശിപ്പിപ്പാൻ, നീതിയുടെ മക്കളായി ജീവിപ്പാൻ, പ്രകാശത്തിന്റെ സന്തതികളായി വെളിച്ചം പരത്തുവാൻ, ലോകത്തിന്റെ വെളിച്ചമായവൻ നിന്റെ അകത്ത് പ്രകാശിക്കുവാനിടയായി തീർന്നു. നമ്മളൊന്നും ചെയ്തിട്ടല്ല. സ്തോത്രം. ഞാനൊരു കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നീ ഒരു മിഷനിലാണ്. 2000 വർഷം മുമ്പ് നിൻ്റെ ഉടയവൻ കാൽവറിയിൽ രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിലും ആ മിഷൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആ ചെയിൻ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ ചങ്ങല ലോകാവസാനത്തിൽ ജനിക്കാൻ പോകുന്ന അവസാനത്തെ കുഞ്ഞു വരെയും ആ മിഷൻ്റെ ചങ്ങല നീണ്ടു കിടക്കുകയാണ്. അതിലെ ഒരു കണ്ണിയാണ് നീ, അതിലെ ഒരു ലിങ്കാണ് നീ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, കാൽവറി കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തിയ ദീപം, ഇന്നും നാളെയും കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറും. സ്തോത്രം. നീ അതിൻ്റെ കാരിയറാണെന്നോ, നീ രക്ഷാ ദൂത് വഹിക്കുന്നവനാണെന്നോ, യേശുക്രിസ്തുവിൻ്റെ പത്രങ്ങളാണെന്നോ. ദൈവത്തിന് സ്തോത്രം. യേശുവിന് പകരമായി നിന്നെ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണെന്നോ. അതുകൊണ്ട് നിന്റെ രക്ഷ പെട്ടെന്ന് അങ്ങ് തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണെന്നൊന്നും നീ വിചാരിച്ചേക്കരുത്. നീ ഭദ്രമാണ് ദൈവത്തിൻ്റെ കയ്യിൽ. നിനക്ക് വേണമെങ്കിൽ ഇതിനോട് ബൈ പറഞ്ഞു പോകാം. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട. ഇറ്റ്സ് എ ഡൺ ഡീൽ. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നീ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യാൻ നോക്ക്. ദൈവത്തിന് സ്തോത്രം. അതാണ് നിന്റെ മിഷൻ. ഞാൻ എപ്പോഴും പറയും, ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഒറ്റ വഴിയേ ഉള്ളൂ ആത്മീയമായി വളരണമെങ്കിൽ. എന്തോ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടത് ഗോഡ്ലിനെസ്. താഴോട്ട് പോകുമ്പോൾ ഉണ്ട്. അന്നേരം ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ ഇപ്പം മുമ്പേ ഞാനങ്ങ് പറയാം. എന്തോ ആത്മീയം? എന്നെപ്പോലെ അലറി പ്രസംഗിക്കുന്നതാണോ ആത്മീയൻ? ആണോ? മനോഹരമായി പാട്ട് പാടുന്നതാണോ? പ്രാർത്ഥിക്കുന്നതാണോ? നന്നായി. അതെല്ലാം നല്ല കാര്യം. ആത്മീയതയുടെ ഒരു വശം. അതെല്ലാം പരിചയം കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പ്രസംഗിക്കാൻ കയറിയപ്പോൾ മുട്ടിങ്ങനെ അടിക്കുമായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല. എന്താ കാര്യം? പരിചയവും പഴക്കം കൊണ്ടാണ്. ഇതൊന്നും ആത്മീയതയുടെ ലക്ഷണമല്ല, അതിൻ്റെ ഒരു വശം മാത്രമാണ്. ആത്മീയൻ ആരാ? ദൈവഭക്തൻ ആരാ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഭക്തൻ എന്ന് പറയുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഭക്തൻ. പാപം കാണുമ്പോൾ കൈവലിച്ചു കളയുന്നവനാണ് ഭക്തൻ. ആരും കാണാനില്ലെങ്കിലും സാഹചര്യം മുഴുവൻ അനുകൂലമാണെങ്കിലും ഉടയവനെ ഭയപ്പെടുന്നവൻ, സ്തോത്രം, അവനാണ് ഭക്തൻ. അവൻ ചിലപ്പോൾ ഇവിടുന്ന് ആരും അറിയാതെ കഴിഞ്ഞു പോയെന്ന് വരിക്കും. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം നീ വീണ്ടും കാണും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൂടുതൽ ആത്മീയമായി വളരണമെന്നുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അനേകർ കൈവക്കി. ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നാളുതോറും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണം. അല്ലാതെ ആത്മീയമായി വളരാൻ ഒക്കത്തില്ല. എന്താ അതിൻ്റെ കാരണം? ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ? നമ്മൾ രാജ്യത്തിലല്ലേ? നിൻ തിരു രാജ്യത്തിലാക്കിയല്ലോ എന്നല്ലേ പാടുന്നത്? പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? ഓൾറെഡി അവിടെ ആണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പ്രസിദ്ധപ്പെടുത്താനാണ്. കർത്താവിൻ്റെ രാജ്യത്തെ പ്രസിദ്ധപ്പെടുത്താനാണ്. അങ്ങനെ നീ ചെയ്താൽ ഇതെല്ലാം നിനക്ക് തന്നെ വന്നോളുമെന്നോ? അയൽവക്കക്കാരനോട് സുവിശേഷം എന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവ് നല്ലവനാണ്, സ്നേഹനിധിയാണെന്നൊക്കെ പറഞ്ഞേച്ച് അവൻ്റെ പശു നമ്മുടെ പറമ്പിൽ കയറി ചേന കടിച്ചു തിന്നാൽ പിന്നെ കല്ല് വലിച്ചെറിയാൻ പറ്റുമോ? അവൾ വന്ന് ഇത്ര കരിയാപ്പില തരണമെന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ കോഴിയെ കല്ല് വലിച്ചെറിയാൻ പറ്റുമോ? നോക്കണേ, കണ്ടോ? നമ്മളെ തന്നെ ഒരുക്കുന്ന കണ്ടോ? അയൽവക്കക്കാരോട് സുവിശേഷം പറയുമ്പം അവൻ്റെ മുമ്പിൽ നല്ല നടപ്പിന് നമ്മൾ നിർബന്ധിതരായിത്തീരും. കൂടെ ജോലി ചെയ്യുന്നവനോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ്റെ നേരെ ചൂടാകാൻ ഒക്കുവോ?
പറ്റുമോ? നീ ക്ഷമ പഠിക്കും. കൂടെ ജോലി ചെയ്യുന്നവനോടും അയൽവക്കക്കാരോടും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ പട്ടിണി കിടക്കുന്നവനെ അവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നീ ആത്മീയത്തിൽ വളരുന്നത്. കണ്ടവരോടൊക്കെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറ. കണ്ടവരുടെയൊക്കെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയാക്. നിൻ്റെ വായിലെ വാക്കുകൾ തന്നെ നിന്നെ ആത്മീയനാകാൻ നിർബന്ധിക്കും. അങ്ങനെയാണ് മുന്നേറി നീ ആത്മീയനായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ചെയ്യാതെ എന്നെ ആത്മീയനാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആത്മീയരാകത്തില്ല. പാട്ട് പാടാൻ പഠിക്കും, പ്രാർത്ഥിക്കാൻ പഠിക്കും, പ്രസംഗിക്കാനും പഠിക്കും എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ. സ്തോത്രം. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിൻ്റെ കാര്യവും നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നിൻ്റെ തലമുറയുടെ കാര്യവും ആത്മീയമായി വളരുന്ന കാര്യവും സകലതും അതിനകത്തുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് പ്രേഷ്യസ് ഫെയ്ത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ആ ഒരു വാചകം തന്നെ ഒരു ദിവസത്തെ ബൈബിൾ സ്റ്റഡിയാണ്. വിലയേറിയ വിശ്വാസമായത് എന്തുകൊണ്ടാണ്? വില വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ ഖജനാവിലുള്ളതിലെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ. അതിനേക്കാൾ കൂടിയതൊന്നും പിതാവിൻ്റെ കയ്യിലില്ല. അതിനേക്കാൾ പ്രേഷ്യസായ ഒന്നും പിതാവിൻ്റെ കയ്യിലില്ല. ഒരേ ഒരു ഓമനപുത്രനെ എനിക്കും നിനക്കും വേണ്ടി യാഗമായി തന്നു. കർത്താവിൻ്റെ ഗത്സമനയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് ജോൺ സ്റ്റോട്ട് പറഞ്ഞിരിക്കുന്നത് വായിച്ചാൽ പൊട്ടിക്കരയാ ഇവിടെ ഒന്ന് പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യുഗായുഗങ്ങളായി ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നവൻ ഗത്സമനയിൽ വീണ് കിടന്നുരുളുകയാണ്. കാൽമുട്ടും കൈയും ഊന്നി നിന്നുകൊണ്ട് വിറയ്ക്കുകയാണ്. മാനവവർഗത്തിൻ്റെ പാപം മുഴുവൻ പിതാവായ ദൈവം അവൻ്റെ മേൽ ചുമത്തി. 6 അടി ഉയരമുള്ള ഒരു മാർബിൾ പ്രതിമയിൽ അത് ചുമത്തിയിരുന്നെങ്കിൽ അത് ഇടിഞ്ഞു പൊടിഞ്ഞ് കാറ്റത്തെ പൊടിയായി പറന്നു പോകുമായിരുന്നു എന്നൊരു ദൈവദാസൻ എഴുതിയിരിക്കുക. നിവർന്ന് നിൽക്കാൻ വയ്യ. പിതാവേ എന്ന് വിളിച്ച് അവൻ അലറി കരയുകയാണ്. ഒരു പാട്ടുകാരൻ പറയാണ്, അതാ കേൾക്കുന്നു ഞാൻ ഗതസമനയിൽ നിന്ന് അലറിക്കരയുന്ന പ്രിയൻ്റെ സ്വരം. ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് പിതാവേ കഴിയുമെങ്കിൽ ഈ കാസ എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞ് പുത്രൻ അലറിക്കരയുകയാണ്. പാപം ചുമത്തപ്പെട്ടപ്പോൾ അവൻ്റെ ചങ്ക് പൊട്ടി എന്ന ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്. മറ്റൊരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത് അവൻ്റെ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോയി, രോമകൂപങ്ങളിൽ കൂടി രക്തത്തൊള്ളികൾ വിയർപ്പുള്ളികളെക്കാൾ വലിപ്പത്തിൽ ഗത്സമനയിൽ വീഴുകയാണ്. പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്നു, ഒലിവുമരം 2 പിളർന്നു പോയി, മരങ്ങൾ ഇല പൊഴിച്ചു, നക്ഷത്രങ്ങൾ ചിമ്മി നിന്നു, പ്രകൃതി മുഴുവൻ പ്രകമ്പനം കൊണ്ടു. കാരണം ലോകത്തെ സൃഷ്ടിച്ചവൻ ഒരു പുഴുവിനെ പോലെ കടന്ന് പിടയ്ക്കുകയാണ്. ഐ ആം എ worm and no man. യേശു പറയുക, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതരും തന്നെ 22-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. അത്ര ഭയാനകമായിരുന്നു എൻ്റെയും നിൻ്റെയും പാപം. ഗത്സമന മുതൽ കാൽവറി ക്രൂശ് വരെ ഇവൻ എങ്ങനെ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്ര ഭയാനകമായിരുന്നു. യേശു നടന്നുപോയ വഴി ഏത് വഴിയാണെന്ന് അറിയണമെങ്കിൽ താഴോട്ട് നോക്കി നടന്നാൽ മതി, ചോരപ്പാടുകൾ നോക്കി നടന്നാൽ മതി. 33.5 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരനെ അനേക ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പൂർണ്ണ നഗ്നനായി അവൻ്റെ പുറമടിച്ചു കയറി കൽത്തൂറുകൊണ്ട് എന്നിട്ട് രക്താംബരം ധരിപ്പിച്ചു. യേശുവിനെ ക്രൂശിൽ തറച്ചത് ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഇവിടെ ഒരു തോർത്ത് ചുറ്റിയ പോലെ ഒന്നും അല്ലായിരുന്നു. പൂർണ്ണ നഗ്നനായിട്ടായിരുന്നു. വഴി പോകുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. പെസഹ വെള്ളിയാഴ്ച നിന്റെ കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്, നിന്റെ പാപവും വഹിച്ച് നിന്നെയും വഹിച്ചുകൊണ്ട്. പെസഹ പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്ന അപ്പനമ്മമാർ കുഞ്ഞുങ്ങൾ കാണാതെ ഇങ്ങനെ മോഹം മറച്ചാണ് കടന്നു പോകുന്നത്. വഴി പോകുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. അതുകൊണ്ടാ മാർ അപ്രേം എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാതാളത്തിലേക്ക് യേശു എന്നു ആദാമേ എൻ്റെ മകനെ എന്ന് നീട്ടി വിളിച്ചു. ആദാം യുഗങ്ങൾക്ക് മുമ്പ് ഏദൻ പർദീസയിൽ വെച്ച് കേട്ട തേജസ്സിൻ്റെ കർത്താവിൻ്റെ സ്വരം. കർത്താവിനെ കാണാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വികൃതരൂപിയായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആദാമേ സംശയിക്കേണ്ട, ഞാൻ നിന്റെ തേജസ്സിൻ്റെ കർത്താവ് തന്നെയാണ്. നീ പാപം ചെയ്തതിനാൽ ഞാൻ കൊണ്ടടികൾ, ഏദൻ കനി നീ തിന്നതിനാൽ കയ്പും ഞാൻ കുടിച്ചേൻ.
നഗ്നതയാൽ ഇലകൾ നീ ചാർത്തി, നഗ്നതയോട് എന്നെ അവർ തൂക്കി. ആദാമേ, നീ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട് നഗ്നനായി തീർന്നപ്പോൾ നിന്റെ നഗ്നത മറയ്ക്കാൻ നിനക്ക് അത്തിയിലെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ പാപത്തിന് വേണ്ടി അവർ എന്നെ നഗ്നനായി ക്രൂശിച്ചു കളഞ്ഞു. അവൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത നിനക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇറ്റ് ഈസ് അൺഫാദമബിൾ. It's higher than the heavens and deeper than the oceans and wider than the horizon. Vast and extravagant love. It is boundless, strange love. Dying for his enemies. I cannot comprehend it. Anokha pyar, anmol pyar എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? വർണ്ണിക്കുന്നതിന് അതീതമായ സ്നേഹം. നീ ഞാൻ ഒരു വിലയും കൊടുത്തില്ല, എന്നാൽ പിതാവ് തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വില പുഴുവായിരുന്ന നിന്നെയും എന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി നൽകി. മഹൽ സ്നേഹം, മഹൽ സ്നേഹം എന്നല്ലേ നമ്മൾ പാടുന്നേ? മകനെ മരിപ്പതിനായി കുരിശിൽ കൈവടിഞ്ഞോ. ചങ്ക് പൊടിയാതെ അത് പാടാനൊക്കത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അടുത്ത വാക്യം, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വം. ഇത് വെരി പ്രാക്ടിക്കലാണ്. കൃപയിൽ മുന്നേറണം, സമാധാനത്തിൽ മുന്നേറണം. അത് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുന്ന കൈപൊക്കിക്കേ. പണ്ട് ഞാനിവിടെ നേരത്തെ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം വന്ന ഒന്ന് ഇടയ്ക്ക് പോയിച്ച് വന്നത്, അതാ 3 പറയുന്നത്. 2 പ്രാവശ്യം ആക്ച്വലി വന്നിട്ടുള്ളൂ. പക്ഷേ ഇടയ്ക്ക് മീറ്റിങ്ങിനിടയ്ക്ക് കാലിഫോർണിയ വരെ ഒന്ന് പോയി തിരിച്ചു വന്നായിരുന്നു. അപ്പം നോക്കുമ്പം ഇത് 4-ാം പ്രാവശ്യമാണ്. ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഓർമ്മയുണ്ടോ? കൃപയും സമാധാനത്തിലും മുന്നേറാനുള്ള മരുന്ന് ഞാൻ പറയാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ പോയി. നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. നിങ്ങളെപ്പോലുള്ളവരുടെ ഉപദേശിമാർക്ക് എന്ത് സൗകര്യമാണെന്നറിയാം. പണ്ട് പ്രസംഗിച്ച പിന്നെയും പ്രസംഗിക്കാം. കൃപയും സമാധാനത്തിലും മുന്നേറാൻ താല്പര്യമുള്ളവർ കൈവക്കാൻ പറഞ്ഞില്ലേ? ഇപ്പോൾ വായിച്ച വാക്യത്തിലാണ്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ജ്ഞാനത്തെക്കാൾ ഇച്ചിരി വലുതാണെന്നാണ് പലരുടെയും ധാരണ. ബഷീർ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയൊരു ഒന്നെന്ന് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെക്കാൾ കണ്ട് വലുതാണെന്നാണ്. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയേ, നോളജ് എന്നർത്ഥം, അറിവെന്നർത്ഥം. ദൈവത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ആ ദിവസം വരെ എൻ്റെ ഉപനിധി കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. It is my decision, brethren. Nothing can separate me from the love of my Lord Jesus Christ. Your decision determines your destiny. മറന്നു പോലെ 3D. The decision you make at times in your life will help you to reach your destiny. 1986 നവംബർ മാസം 9-ാം തീയതി കാൽവറി ക്രൂശിനെ നോക്കി ഞാനൊരു തീരുമാനമെടുത്തു. That was the greatest decision I've ever made. And today I am standing here at SPF as the part of that decision. അതെൻ്റെ ജീവിതത്തെ അടിമുടി മറിച്ചു കളഞ്ഞു, രാവും പകലും എന്ന വണ്ണം. എൻ്റെ ഡെസ്റ്റിനിയെ മാറ്റിക്കളഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മാറ്റി. That one decision changed my life. That decision, യേശുവിനെ ഞാൻ അനുധാവനം ചെയ്യും എന്നുള്ള തീരുമാനമായിരുന്നു. Tonight, if you haven't made that kind of decision, I challenge you to accept this Jesus, the matchless Jesus, unique personality in the history of mankind. ഒരിക്കൽ പോലും അങ്ങനെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. 86 വയസ്സുള്ള പോളികാർപ്പിനെ ചുട്ടുകരിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ ഞാൻ രക്തസാക്ഷികളുടെ കാര്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞു. സ്മർണ സഭയിലെ ബിഷപ്പാണ്, യോഹന്നാന്റെ ശിഷ്യനാണ് പോളികാർപ്പ്. 86 വയസ്സുള്ള പോളികാർപ്പിനെ ജീവനോടെ ചുട്ടുകരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. റീകാൻഡ് ചെയ്യാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം തള്ളിക്കളയാൻ പറഞ്ഞു. പറഞ്ഞ മറുപടി എന്നാണെന്നറിയാമോ? വയോധികൻ. ഐ സെർവ്ഡ് ഹിം ലാസ്റ്റ് 86 years. 86 വർഷം ഞാൻ അവനെ സേവിച്ചു. ഒരിക്കൽ പോലും
അവൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ ബാല്യത്തിൽ എന്നെ താങ്ങിയിരുന്നവൻ എൻ്റെ വാർദ്ധക്യത്തിലും എനിക്കൊരു ഊന്നുവടിയായിരിക്കും. ജീവനോടെ ആ ദുഷ്ടന്മാർ അവനെ ചുട്ടുകരിച്ചു. യോബിൻ്റെ ഭാര്യ പറഞ്ഞു, ഭക്തിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും? ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിക്കടോ. ഭാര്യയുടെ ഉപദേശമാണ്. സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഇരിക്കാനും ബലപ്പെടുത്താനും ഒക്കെ ദൈവം കൊടുത്ത കൂട്ടാളിയാണ്. നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്ന പോലെയല്ല യോബിൻ്റെ കാര്യം കേട്ടോ. എല്ലിൻ്റെ പുറത്ത് തൊലിയല്ലാതെ വേറൊന്നുമില്ല. വീട്ടിലല്ല താമസം. സിറ്റി ഗേറ്റിൻ്റെ പുറത്ത് ഗാർബേജ് ഇട്ട് ബേൺ ചെയ്യുന്ന ചാമ്പൽ കൂമ്പാരത്തിലായിരിക്കുന്നേ. പ്രഭുക്കന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് വണങ്ങിയവനെ കുഞ്ഞുങ്ങൾ പോലും കളിയാക്കുക. ഇപ്പം കൊച്ചു പിള്ളേർ പോലും. നിൽക്കാത്ത ഡയറിയ. നിങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കും, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. വായ്നാറ്റമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വായ്നാറ്റമാണ്. ഭാര്യയ്ക്ക് പോലും അടുത്ത് വരാൻ വയ്യ. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമാണ് എഴുതിയിരിക്കുക. ഒരു മനുഷ്യനും കടന്നു പോകാത്ത തീവ്രവേദനയുടെ തീരാക്കയത്തിൽ മുങ്ങിത്താന്നപ്പോൾ ആ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടവൾ പറഞ്ഞു, ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? തള്ളിപ്പറയടോ, എന്നിട്ട് മരിക്കരുതോ? നീ ഒരു പൊട്ടിയെ പോലെ സംഭാഷിക്കുന്നു. അന്ന് ദൈവം അവൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചിരുന്നു. അന്ന് എൻ്റെ കൂടാരത്തിൽ അവൻ്റെ സഖ്യത ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവനെ ഉപേക്ഷിക്കാനോ? ഇല്ല, അവൻ ഇപ്പോഴും ആശ്രയിപ്പാൻ പറ്റിയ ദൈവം തന്നെ. 1986 നവംബർ മാസം 9-ാം തീയതി കാൽവറി ക്രൂശിനെ നോക്കി ഞാൻ എടുത്ത തീരുമാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു. തെറ്റിപ്പോകാത്ത ഏറ്റവും വലിയ തീരുമാനം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിനക്ക് കൃപയും സമാധാനവും വേണോ? യു മസ്റ്റ് ഗ്രോ ഇൻ ദ നോളജ് ഓഫ് യുവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇൻ ദ നോളജ് ഓഫ് ഗോഡ്, വിച്ച് മീൻസ് ഇത്രയും നിനക്ക് ദൈവത്തെ യേശുവിനെ അറിയാമെങ്കിൽ ഇത്രയും കൃപയും ഇത്രയും സമാധാനവും കിട്ടും. ഇത്രയും ദൈവത്തെ അറിയാമെങ്കിൽ ഇത്രയും കൃപയും സമാധാനവും കിട്ടും. ഇത്രയും അറിയാമെങ്കിൽ ഇത്രയും കൃപയും സമാധാനവും കിട്ടും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, യേശുവിനെക്കുറിച്ചുള്ള അറിവിലാണ് കൃപയിലും സമാധാനത്തിലും നമ്മൾ വളരുന്നത്. അത് മറന്നു പോകരുത്. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? വേദപുസ്തകം വായിക്കുന്നതിലൂടെയും പേഴ്സണൽ പ്രയറിലൂടെയുമാണ്. വ്യക്തിപരമായി കർത്താവിനോട് സംസാരിക്കുന്നതിലൂടെയും വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നതിലൂടെയുമാണ് യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മുടെ പ്രയർ ലൈഫിൻ്റെ സ്റ്റൈല് മാറണം. നമ്മുടെ പ്രയറിൻ്റെ എല്ലാം ദാനം ചെയ്തിട്ടുണ്ട്. ചെയ്യണേ എന്നല്ല. നിങ്ങൾ തീരുമാനമെടുക്കണം. ഞാൻ തീരുമാനമെടുക്കണം. ചിലരുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെന്തിക്കോസുകാരുടെ, ദൈവമേ പാപം ചെയ്യാൻ എന്നെ ബാക്കി പറ അനുവദിക്കരുതേ, അരുതാത്തൊന്നും എൻ്റെ വായിൽ നിന്ന് വരാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറയാൻ ഞാനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. നീ അനുവദിക്കരുത്. അങ്ങനെ. അപ്പോൾ ഇവൻ പാപം ചെയ്താലോ? ദൈവത്തിൻ്റെ കുറ്റമല്ലേ? പാപം ചെയ്യാതെ ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്നല്ലേ പറഞ്ഞു. ദൈവം സഹായിച്ചില്ല, അത്രയേ ഉള്ളൂ കാര്യം. അതൊക്കെ കള്ള പ്രാർത്ഥനകളാണ്. അതൊന്നും ശരിയായ പ്രാർത്ഥനകളല്ല. ഇയ്യോബിനോട് ചോദിച്ചേ, എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തു, പിന്നെ ആകാത്തത് ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ കാലുമായി ഞാനൊരു നിയമം ചെയ്തു, പിന്നെ ആകാത്തിടത്ത് ഞാൻ എങ്ങനെ പോകും? എൻ്റെ കൈയുമായി ഞാനൊരു നിയമം ചെയ്തു, പിന്നെ അരുതാത്തത് ഞാൻ എങ്ങനെ ചെയ്യും? സ്തോത്രം. നീ തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൽ നിലനിൽക്കാനുള്ള ദൈവകൃപ മാത്രമേ ദൈവം തരത്തുള്ളൂ. സ്തോത്രം. ഇത് ഞാനായിട്ട് തീരുമാനമൊന്നും എടുക്കത്തില്ല. ചന്ദ്രക്കും മേശക്കും അവേദനവും ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് തീയുടെ ബലം കെടുത്ത്. എന്താണെന്നറിയോ? നെബൂഖദ്നേസറേ, ഞാൻ ആലോചിച്ചു, ഇവന്മാരാരാടാ പുള്ളികൾ? അന്നത്തെ കാലത്ത് ചക്രവർത്തിമാരെ പേര് വിളിക്കാൻ നോക്കുമോ? തമ്പുരാനെന്ന് പോലും വിളിക്കുക, ദൈവത്തിന് തുല്യമായിട്ട് ആരാധിക്കുന്ന കാലമാണ്. പേരൊന്നും വിളിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇവന്മാർ തീരുമാനിച്ച് ഏതായാലും ചൂളായി പോകാൻ പോവുക. ഇനി ഈ പൊട്ടനെ എന്ത് വിളിച്ചാൽ എന്തുവാ? നെബൂഖദ്നേസറേ, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിപ്പാൻ ആവശ്യമില്ല. താൻ കൂടുതലൊന്നും പറയണ്ട. എഴുതി വെക്കുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് എഴുതണമല്ലോ.
ഇങ്ങനെ വല്ലതാണോ ദേഷ്യം വരുമ്പോൾ? താൻ കൂടുതലൊന്നും പറയണ്ടാടൂ നെബൂഖദ്നേസറേ, ഈ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചോളും, ഇനി രക്ഷിച്ചില്ലേലും താൻ നിർത്തിയിരിക്കുന്ന ഈ കുന്തത്തിൻ്റെ മുമ്പിൽ തല കുനിക്കുന്ന പ്രശ്നമില്ല. വാട്ട് എ ബോൾഡ് ഡിസിഷൻ ഇറ്റ് വാസ്. ആ ഡിസിഷനാണ് തീയുടെ ബലം കെടുത്തിയത്. ദാനിയേൽ പറഞ്ഞു, രാജാവേ, സിംഹത്തിൻ്റെ ഗുഹയിലല്ല, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും 3 പ്രാവശ്യം. ഒരു വിട്ടുവീഴ്ചയില്ല, എറിഞ്ഞോ സിംഹത്തിൻ്റെ ഗുഹയിലോട്ട്. ആ തീരുമാനമാണ് സിംഹത്തിൻ്റെ വായടച്ചത്. പൗലോസ് പറയുന്നു, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, നഗ്നതയോ പട്ടിണിയോ ചങ്ങലയോ വാളോ ദൂതന്മാരോ മനുഷ്യരോ വാഴ്ചകളോ അധികാരങ്ങളോ, ഒന്നും ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ ഒന്നും തന്നെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനാവില്ലെന്ന് ഞാനെന്നുള്ളതിന് അടിവരെ ഇട്ടേക്കണം. ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ തീരുമാനമാത്, എൻ്റെ തീരുമാനമാത്. ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ക്ലൗഡ് പോലും. 3 മക്കൾ മരിച്ചു. മറിയയുടെ 3 മക്കൾ മരിച്ചു, ഹഡ്സൺ ടൈലറിൻ്റെ. ഇപ്പം അവളും മരിക്കാൻ പോവുക. 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് 32 വയസ്സേ ഉള്ളൂ. ഈ 10 വർഷത്തിനകം ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഒരു ക്ലൗഡ് പോലും, ഒരു കാർമേഘം പോലും വന്നിട്ടില്ലെന്ന് അവൾ പറഞ്ഞു. 3 മക്കളെയും കൊണ്ട് പോയി മരണം. ഇപ്പം അവളും മരിക്കാൻ പോയി. എന്നിട്ടും പറയുന്നു, എൻ്റെ രക്ഷിതാവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാർമേഘ പടലവും കയറിയിട്ടില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. അതും ആ ബാഗും തൂക്കിയിട്ടുണ്ടാണ് നടന്നേച്ച് തരണേ 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 നീ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തനിങ്ങനെ ഭിക്ഷ തെണ്ടി ഇങ്ങനെ വീടുകൾ തോറും നടക്കുമായിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അയാളൊരു നാണയം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവൻ തിരിഞ്ഞ് നടന്നപ്പോൾ അയാൾ പറഞ്ഞു, നിൽക്കണേ, എനിക്ക് ഈ പാത്രം ഇവിടുന്ന് കിട്ടിയതാ, എൻ്റെ അപ്പൻ തന്നാ. നിൻ്റെ അപ്പനെന്നായിരുന്നു പണി? എന്നേക്കാൾ വലിയൊരു തണ്ടിയായിരുന്നു. അപ്പൻ എവിടുന്ന് കിട്ടിയത്? വല്യപ്പൻ്റെ നിന്ന് കിട്ടിയതാ. അതെങ്ങനെ തലമുറയായിട്ട് ഇതാ ഞങ്ങളുടെ പരിപാടി. അയാൾ പറഞ്ഞു, എടാ ഇത് അയാളൊരു തട്ടാനായിരുന്നു. ഈ നാണയം ചെയ്യുന്നതിനകത്തേക്ക് വീണപ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സിലായി ഈ പാത്രം സ്വർണ്ണമാണെന്ന്. നാളുകളായിട്ട് ക്ലാവും പിടിച്ച് ഒരുമാതിരി വല്ലാതെ വികൃതമായിട്ടിരിക്കുക, ഇതിനകത്താണ് ഇവൻ തെണ്ടുന്നത്. ഇതുപോലാണ് വിശ്വാസികൾ പലരും. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം പോക്കറ്റിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കുക. എന്നിട്ട് പറയുക, തരണേ 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 എന്ന്. തന്നിരിക്കുക. എഴുന്നേറ്റങ്ങ് നടന്നാ മതി. കർത്താവിന് വേണ്ടി അങ്ങ് അധ്വാനിച്ചാൽ മതി. മുമ്പോട്ടങ്ങ് പോയാൽ മതി. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. നിന്റെ കാലിടറുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഇനി ഈ ഭാഗം ബാക്കി പറഞ്ഞാലും ശരിയാണ്. ഒരു കാര്യം ഞാൻ പറയാം. നീ എടുത്ത് ചാടണമെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മറ്റു ഉപദേശിമാരൊക്കെ പറയുന്നത് അങ്ങനെ എടുത്ത് ചാടല്ലേ എന്നാണ് പറയുന്നത്. അങ്ങേ അറ്റം വരെ കണ്ടതിന് ശേഷം കൃത്യമായ ബ്ലൂ പ്രിൻ്റ് കിട്ടാതെ കാലെടുത്ത് വെക്കരുത്, അബദ്ധമായി പോവും. ഇങ്ങനെ ചില ഉപദേശിമാർ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. നാളെ ഞാൻ എവിടെ മരിക്കുമെന്നോ ഇനി എത്ര ചർച്ച പ്ലാൻ ചെയ്യുമെന്നോ ഒന്നും എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഉള്ള കാര്യം ഞാൻ സത്യമായിട്ട് പറയാം. കർത്താവ് പറയുന്നിടത്തോട്ട് അങ്ങ് പോവുക. ഞാൻ എടുത്ത് ചാടുന്ന ഒരു പ്രകൃതക്കാരനാണ്. സത്യം പറയട്ടെ, ഇന്ന് വരെ കാലുളുക്കിയിട്ടില്ല. മണ്ടത്തരമാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ കാലുളുക്കിയിട്ടില്ല. ഞങ്ങൾ കുട്ടനാട്ടുകാരാ. ഈ കുട്ടനാട്ടുകാർ കുളിക്കാൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ്? കടവിലാണ്. ചില നല്ല കടവ് കാണും. അച്ചായന്മാരും അമ്മമാരും പിള്ളേരും എല്ലാം അവിടെ കുളിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. 9 മണിയാകാതെ കുളിക്കാൻ വിടത്തില്ല. 15 മിനിറ്റകം തിരിച്ച് വരണം. 15 മിനിറ്റ് കൊണ്ട് കഴിക്കണം. 9:30 സ്കൂളിൽ പോകാൻ സമ്മതിക്കത്തുള്ളൂ. അയൽവക്കത്തെ രാജുവും സണ്ണിയും തങ്കച്ചനും ഒക്കെ 7 മണി മുതലേ ആറ്റില്ല. ഞാനിവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ അവിടെ. അവനിപ്പോൾ ഉണ്ടയിടുകയായിരിക്കും, കളിക്കുകയായിരിക്കും. നമ്മുടെ തലയിലൊന്നും കയറത്തില്ല. 9 മണിയാകുമ്പോൾ അമ്മ പറയും പൊക്കോടാ കുളിക്കാൻ. ഇപ്പോൾ തോർത്താണ് ചുറ്റിയിരിക്കുന്നത്. ഇങ്ങനെ കൈ സോപ്പ് പൊട്ടിയും കാണും. സമയം പോയില്ലേ, വെള്ളത്തിൽ കളിക്കാൻ ഇനി അധികം സമയമില്ല. ഓടി ഇങ്ങോട്ട് വരും. വന്നിട്ട് ഈ തോർത്തൊക്കെ കരയ്ക്കോട്ട് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് പിറന്ന മേനിയിൽ ഒരു ചാട്ടമാറ്റിലോട്ട്. സോപ്പൊക്കെ ഇതുവഴി പോകുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ കടവിൽ നിന്ന് കുളിക്കുന്ന അച്ചായന്മാർ അവർ വരെയുള്ള മാന്യമായിട്ടാണ്. ചെറുക്കാ കാലൊടിയും, കാരണം കല്ല അവിടെ മുഴുവൻ. എൻ്റെ അച്ചായന്മാരെങ്ങനെയാണെന്നറിയോ? വളരെ മാന്യമായിട്ട് ഒരു കല്ലേൽ തപ്പി അടുത്ത കല്ലേൽ തപ്പി ഇങ്ങനെ ഇറങ്ങുന്നത്. അങ്ങോട്ട് ഇറങ്ങുന്നുടനെ അയ്യോ എന്ന് പറഞ്ഞിരുന്ന് തിരുമ്പുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്ത് ചാടിയ ഒരു കൊച്ചൻ്റെയും കാലുളുക്കി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ചിരിച്ചോ, പക്ഷേ ഇതിനകത്തുള്ള മെസ്സേജ് മറന്നു പോകരുത്.
എടുത്ത് ചാട് സഹോദര, കർത്താവിന് വേണ്ടി. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ്റെ നാമത്തിൻ്റെ മാനം കാക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നീ ഇടറിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. അങ്ങ് വരെ ഒന്നും വെളിച്ചം കണ്ടിട്ട് ഒരുത്തിന് ഇറങ്ങാനൊക്കത്തില്ല. അവൻ കരയ്ക്ക് ആ നിപ്പ് നിൽക്കും ചാകുന്നവരെ. സൈമൺ സാറിനോട് ചോദിച്ചാൽ സൈമൺ സാർ പറയും, എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, ഞാൻ പാടി ആൾക്കാർ എഴുന്നേറ്റ് പോകും, എന്നാലും ഇത് പാടാതിരിക്കാനൊക്കത്തില്ല. മുന്നിലൊരു ചോടു വയ്പ്പാൻ മാത്രമീട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവാഹിതം. സൈമൺ സാറിൻ്റെ ശിഷ്യനായിരുന്നല്ലോ കൊച്ചുഞ്ഞു ഉപദേശി. ഈ ട്യൂണിലാണ് പുള്ളി ദുഃഖത്തിൻ്റെ പാനപാത്രം എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു എന്ന് പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. മുന്നിൽ ഒരു ചുവട് വെക്കാനുള്ള വെളിച്ചമേ ഉള്ളൂ. നീ ആ ഒരു ചുവട് വെക്കുമ്പോൾ അടുത്ത ചുവട് വെക്കാനുള്ള വെളിച്ചം കർത്താവ് കാണിച്ചു തരും. അവിടെയാണ് ഒബീഡിയൻസ്, അവിടെയാണ് അനുഗ്രഹം. അല്ലാതെ അങ്ങേയറ്റം വരെ കണ്ട് ബ്ലൂ പ്രിൻറ്റും കണ്ട് എല്ലാം റെഡിയായി പോക്കറ്റ് നിറച്ച് പണവും വന്നതിന് ശേഷം നീ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നീ ആ നിപ്പ് അവിടെ നിന്ന് തീരത്തേ ഉള്ളൂ. സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. എന്നായിരുന്നു കർത്താവിൻ്റെ വേല തുടങ്ങിയത്? എന്നോട് ചിലർ ചോദിക്കുന്ന, ഞാൻ പറയുന്നത്, ദ മോമെൻ്റ് ഐ ഡിസൈഡഡ് ടു ഫോളോ ഹിം. യേശുവിനെ അനുധാവനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ച ആ നാൾ മുതൽ തന്നെ സുവിശേഷ വേല തുടങ്ങി. അന്ന് മുതൽ യേശുവിൻ്റെ സാക്ഷിയാകാൻ തുടങ്ങി. ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാനേ ഒക്കത്തില്ല. അടുത്ത വാക്യം വായിച്ചിട്ട് സമയം വളരെ മുമ്പോട്ട് പോകേണ്ടി ദീർഘിപ്പിക്കുന്നില്ല. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോൾ നോക്കിക്കോണം, പ്രോഗ്രസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് ഈസ് മെയ്ഡ് പോസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ ബൈ 2 ഫാക്ടേഴ്സ്. 2 കാര്യമാണ്. ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വാഗ്ദത്വവുമാണ് ജയകരമായി ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന 2 ഘടകങ്ങൾ. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. സാത്താൻ്റെ നേച്ചറായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവവൈതലേ നിനക്ക്. ദൈവത്താൽ ഒരു ജനനം നിന്റെ അകത്ത് നടന്നു. അകത്തെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ്റെ നേച്ചർ അവൻ്റെ അപ്പൻ്റെ നേച്ചറാണ്. നിങ്ങൾ എന്നെ നോക്കിയാൽ ചില ആംഗിളിൽ എൻ്റെ അപ്പനെ കാണാം, വേറൊരു ആംഗിളിൽ എൻ്റെ അമ്മയെ കാണാം. ചിലപ്പോൾ എൻ്റെ കയ്യിലിരിപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പോലാണെന്ന് തോന്നാം. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ പുരുഷനാലല്ല, മനുഷ്യനാലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവൻ്റെ അപ്പൻ്റെ സ്വഭാവം അവൻ കാണിച്ചിരിക്കും. ഡിവൈൻ നേച്ചറാണ് അകത്തെ മനുഷ്യൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളായി തരാൻ ഇടവരുന്നു. എങ്ങനെ? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം എന്ന് പറഞ്ഞാൽ സകല നാശത്തിൻ്റെ മൂല കാരണം മോഹമാണ്. ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ ഡിസയർ, യു ആർ എ വിന്നർ. യെസ്, നമ്മുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അയൽവക്കാരൻ്റെ ബെൻസ് കാണുമ്പം മോഹം, അയൽവക്കക്കാരിയുടെ സാരി കാണുമ്പം മോഹം, അയൽവക്കക്കാരൻ്റെ വീട് കാണുമ്പം മോഹം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വളരെ ആദായമാകുന്നു. കണ്ടെയ്ൻമെന്റ് വിത്ത് ഗോഡ്ലിനെസ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംതൃപ്തി. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വളരെ ആദായമാണെന്ന്, പ്രോഫിറ്റബിൾ ആണെന്ന്, ഗ്രേറ്റ് ഗെയിൻ ആണെന്ന്. സ്തോത്രം. ഹെൻറി ദ എയ്ത്തിൻ്റെ ഡ്രാമയ്ക്കകത്ത് ഹെൻറി ദ എയ്ത്ത് വേഷപ്രച്ഛന്നനായി ഇങ്ങനെ കൺട്രി സൈഡിൽ കൂടെ, ഫോറസ്റ്റിൻ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഹീ മെറ്റ് 2 ഗെയിം കീപ്പേഴ്സ് ആൻഡ് ഹീ സെഡ്, ഐ ആം എ കിങ്, ഞാൻ രാജാവാന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു, ഇഫ് ദൗ ആർട്ട് എ കിങ് വേർ ആർട്ട് ദൗ ക്രൗൺ, നീ രാജാവാണ്, നിൻ്റെ കിരീടം എവിടെ? ഉടനെ പുള്ളി പറഞ്ഞു, മൈ ക്രൗൺ ഈസ് നോട്ട് ഓൺ മൈ ഹെഡ്, ഇറ്റ് ഈസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ കിരീടം തലയിലല്ല, ഹൃദയത്തിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഡെക്കറേറ്റഡ് വിത്ത് പ്രേഷ്യസ് സ്റ്റോൺസ് ഓർ ഇന്ത്യൻ ഡയമണ്ട്സ് നോർ ക്യാൻ ബി സീൻ. അത് വിലയേറിയ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതല്ല, ഇന്ത്യയിലെ ഡയമണ്ട്സ് കൊണ്ട് അലങ്കരിച്ചതല്ല, അത് കാണാനും പറ്റത്തില്ല. ഇറ്റ്സ് കോൾഡ് കണ്ടന്റ് ആൻഡ് കിങ് സെൽഡം എൻജോയ് ഇറ്റ്. അതിൻ്റെ പേരാണ് സംതൃപ്തി. എൻ്റെ കിരീടത്തിൻ്റെ പേരാണ്. രാജാക്കന്മാർ വളരെ കുറച്ച് മാത്രം ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. എത്ര കിട്ടിയാലും അവർക്ക് തികയത്തില്ലല്ലോ, പിന്നെയും പിന്നെയും വെട്ടിപ്പിടിക്കുകയല്ലേ.
എൻ്റെ കിരീടത്തിൻ്റെ പേര് സംതൃപ്തി എന്നാണ്, അതെൻ്റെ ഹൃദയത്തിലാണെന്ന് ഹെൻറിയറ്റാമ്മൻ പറയുന്നു. ഷേക്സ്പിയറിൻ്റെ ഹെൻറിയറ്റാമ്മൻ പറയുന്നു. സംതൃപ്തിയുണ്ടോ? ഉള്ളതിൽ സംതൃപ്തിപ്പെടാൻ കഴിഞ്ഞോ? നിന്നെ പോലെ സമാധാനം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിലില്ല. കൂടുതൽ കിട്ടിയാൽ സംതൃപ്തി വരുമെന്ന് ആരും ആഗ്രഹിക്കരുത്. വാറൻ ബഫറ്റിനോട് ചോദിച്ചു, ഹൗ മച്ച് ഈസ് ഇനഫ് എന്ന്. വാറൻ ബഫറ്റിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ലോകത്തിലെ 3ാമത്തെ കോടീശ്വരനോ മറ്റോ. പണ്ട് 2ാമത്തെ ആയിരുന്നു. ബിൽഗേറ്റ്സ് 1, അയാൾ 2 അപ്പച്ചൻ. 95 വയസ്സ് പ്രായമുണ്ട്. $90 ബില്യൺ ഉടമയാണ്. 95% വെൽത്തും ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന് വേണ്ടി എഴുതി വെച്ചു, പാവങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചു. ഓരോ ബില്യൺ മക്ക കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നല്ലൊരു അപ്പനായതുകൊണ്ട് തരുന്നതെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു, ഹൗ മച്ച് ഈസ് ഇനഫ് എന്ന്. പുള്ളി പറഞ്ഞു, ലിറ്റിൽ മോർ. 90 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ കൊണ്ടിരിക്കും 90 ഗുണം 8,000 കോടി, അത്രയും രൂപയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000 കോടി രൂപയായിപ്പം. 8,000 ചില്ലുവാനം കോടിയാണ്. അതിനെ 90 കൊണ്ട് ഗുണിച്ചു. അത്രയും പണക്കാരനോട് ചോദിച്ചു, ഹൗ മച്ച് ഈസ് ഇനഫ് എന്ന് ചോദിച്ചപ്പം ചിരിച്ചോണ്ടാ. അയാൾ ആർത്തിക്കാരൻ മനുഷ്യനൊന്നുമല്ല, നല്ല മനുഷ്യനാണ്. ഇപ്പോഴും സൗത്ത് ഡക്കോട്ടയിലാണെന്ന് തോന്നുന്നു. ആ 3 ബെഡ്റൂം വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. പുള്ളി പറഞ്ഞ ലിറ്റിൽ മോർന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു. അത് മനുഷ്യൻ്റെ സ്വഭാവം. എത്ര കിട്ടിയാലും തികയത്തില്ല. എന്നാൽ സംതൃപ്തി നമ്മുടെ അകത്തുണ്ടോ? ഉള്ളതിൽ സംതൃപ്തിപ്പെടാനുള്ളൊരു കഴിവ്, അതൊരു ദൈവകൃപയാണ്. കണ്ടെയ്ൻമെൻറ്റ് വിത്ത് ഗോഡ്ലിനെസ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. അതിനേക്കാൾ വലിയ ആദായമുള്ള ഒരു ജീവിതം ഭൂമിയിലില്ല. മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. മോഹം ഉപേക്ഷിച്ച് കളയണം. ദൈവം തരുന്നത് മതിയെന്ന് വെക്കണം. അങ്ങനെയാണെങ്കിൽ നീ ജയിച്ചു. സമാധാനമുള്ള ഒരു ജീവിതം ജീവിക്കാൻ കഴിയും ദൈവത്തിന്. അടുത്ത വാക്യം, ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, സമയമില്ല. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഈ പറഞ്ഞ മേപ്പടി കാര്യങ്ങൾ കൂട്ടണം. Every day it must increase. Every day you have to make every effort to add these things to your faith. നിന്റെ വിശ്വാസത്തോട് ഇവ കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്തുവാ? മലയാളം ബൈബിളിൽ വീര്യം എന്നായിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഗുഡ്നെസ് എന്നായിരിക്കുന്നത്, നന്മ. അതാ ശരി. വിശ്വാസത്തോട് നന്മ കൂട്ടണമെന്ന്. വിശ്വാസി എന്ന് പറഞ്ഞാൽ പോരാ, വല്ല നന്മയും ഇടയ്ക്കിടയ്ക്ക് കായ്ക്കണമെന്ന് നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിന്മേൽ. ജീവിത തരുവേ, ഫലമില്ലാതായി നീ തീരരുതേ. ദൈവസുതൻ തൻ തോട്ടം നീ നിഷ്ഫലമാക്കരുതേ. തോട്ടക്കാരൻ വന്ന് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഫലം കാണണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിന്റെ വിശ്വാസത്തോട് നീ എന്ത് കൂട്ടണം? നന്മ കൂട്ടണം, ഗുഡ്നെസ് കൂട്ടണം. വീര്യത്തോട് കണ്ടോ, എനിക്ക് പരിജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? നീ പരിജ്ഞാനം കൂട്ടുകയാണോ വേണ്ടേ? പറ. പരിജ്ഞാനം നീ കൂട്ടണമെന്ന് നിന്റെ വിശ്വാസത്തോടെ. എങ്ങനെ? ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണമെന്നോ? അത്രയും അറിവ് തരുന്ന ഒരു പുസ്തകങ്ങളും ലോകത്തിലില്ലെന്നോ? നിന്നെ ജ്ഞാനിയാക്കുന്നത് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. ഇത് മോളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. ദൈവത്തിന് സ്തോത്രം. അത് നീ കൂട്ടണമെന്ന്. യു ഹാവ് ടു മേക്ക് എവറി എഫേർട്ട് ടു ആഡ് നോളജ് ടു യുവർ ഫെയ്ത്ത്. ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇത് പറയാനിരുന്നതല്ല, ഞാൻ നോക്കിക്കോട്ടെ അത് എവിടെയാണെന്ന്. ഇതേ 2 പത്രോസിൽ തന്നെ അതിൻ്റെ അവസാനത്തിലേക്ക് വന്നേ. കൃപയിലും എന്നും പറഞ്ഞൊരു വാക്ക് അവിടെ കണ്ടില്ലേ? അത് എങ്ങനെ എത്രാമത്തെ വാക്യമാ? 18. അവസാനത്തെ വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. ഹലോ, കൃപ തരണേ, കൂട്ടണേ എന്ന് പറഞ്ഞിരിക്കണ്ട. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും നീ വളരണം, ഞാൻ വളരണം. അതിന് ഞാൻ എല്ലാ എഫേർട്ടും എടുക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ വരുന്ന ഒരു സാധനമല്ല ഇത്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ലൈഫാണ്. ദൈവത്തിന് സ്തോത്രം.
അതിനെല്ലാ ഉത്സാഹവും നമ്മൾ കഴിക്കണമെന്നോ? പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. ഹലോ, ഇന്ദ്രിയ ജയം. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് വേൾഡ് അവയർനെസ് കിട്ടുന്നത്. ലോകം നമ്മുടെ അകത്ത് കിടക്കുന്ന ഈ 5 ഇന്ദ്രിയം കൂടി കൂടെ. ഏതൊക്കെയാ? സീ ഗേറ്റ്, സ്മെൽ ഗേറ്റ്, ടേസ്റ്റ് ഗേറ്റ്, ഹിയർ ഗേറ്റ്, ഫീൽ ഗേറ്റ്. ഈ 5 ഗേറ്റിൽ കൂടെയാണ് വേൾഡ് നമ്മുടെ അകത്തേക്ക് കിടക്കുന്നത്. നമുക്ക് വേൾഡ് അവയർനെസ് അല്ലെങ്കിൽ ലോകാവബോധം കിട്ടുന്നത് ഈ 5 ഗേറ്റിൽ കൂടെയാണ്. ആ 5 ഗേറ്റിനും നീ കാവൽക്കാരെ ആക്കണമെന്ന്, ഇന്ദ്രിയ ജയം നീ കൂട്ടണമെന്ന്. അതിന് വരം കർത്താവ് എനിക്ക് ഇന്ദ്രിയ ജയം തരണേ. സൂക്ഷിച്ച് പഠിച്ചാൽ തട്ടിപ്പാ പ്രാർത്ഥന. ഞാൻ എൻ്റെ കണ്ണും എൻ്റെ ചെവിയും എൻ്റെ വായും എൻ്റെ നാക്കും മൂക്കും എല്ലാം ഞാൻ സൂക്ഷിക്കും കർത്താവേ. ഉറപ്പാണ്. പാപത്തോട് പോരാടുന്നതിൽ മരിച്ചാലും ഞാൻ ചെയ്യത്തില്ല. വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ ഒറ്റ പണിയേ ഉള്ളൂ. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, പാപം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ മരണം വഴിയായി എന്നെ എടുത്തുകൊള്ളണേ. സീരിയസ് ആ കാര്യം. രാവിലെ ഭാര്യ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല ശ്വാസം. ഞാനുള്ള കാര്യം എന്ന് പറഞ്ഞേക്കാം. ദൈവം അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കൈക്കൊള്ളും. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ജീവൻ പോയാലും കോടി നഷ്ടം വന്നാലും ശരി തന്നെ, എൻ്റെ ഉടയവൻ്റെ നാമത്തിന് അപമാനം വരുന്ന ഈ കാര്യം ഞാൻ ചെയ്യത്തില്ല എന്ന് നീ തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. യേശു ലോകത്തിൻ്റെ ചക്രവർത്തിയാകാനുള്ള ഓഫറാണ് പിശാച് കൊടുത്തത്. നീ കുരിശിലൊന്നും കയറണ്ട, നീ മശിഹായിട്ട് വന്നതല്ലേ ഭൂമിയിലേക്ക്, രാജാവായിട്ട് ഭൂമി വാഴാൻ വന്നതല്ലേ. എന്തിനാ വെറുതെ ഇവിടെ പട്ടിണിയൊക്കെ കിടന്ന് പ്രയാസപ്പെട്ട് കുരിശയിലൊക്കെ കയറി മരിച്ച് പിന്നെ പോയിച്ചൊക്കെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ ചക്രവർത്തിയാക്കിയേക്കാം, വീണൊന്ന് നമസ്കരിച്ചാൽ മതി. ഞാനാ ലോകത്തിൻ്റെ ദൈവം. ഇതിനേക്കാൾ വലിയൊരു ഓഫറുണ്ടോ? ഇത്രയും കളർഫുള്ളായുള്ള ഒരു ടെംപ്റ്റേഷൻ ലോകം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? വിശാരി വാക്ക് പറഞ്ഞാൽ പാലിക്കും കേട്ടോ, നമ്മുടെ കൂട്ടൊന്നുമല്ല. യേശു പറഞ്ഞ കൈയിരിക്കട്ടെ, ഇതിനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഏതിനായിട്ടാ? ദൈവത്തെ മാത്രമേ ആരാധിക്കുന്ന അവിടെ പറഞ്ഞത്. മരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് വന്നതാണ് നമ്മുടെ കർത്താവ്. യേശുവിനെ ആരെയും ക്രൂശി തറച്ചതല്ല, അവൻ എന്നെയും നിന്നെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറുകയായിരുന്നു. സ്തോത്രം. ഏത് സമയത്തും എൻ്റെ യേശുവിന് ക്രൂശ് അവോയ്ഡ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാവും മിണ്ടാകുന്നത്? അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ വായു തുറക്കാതെ മൗനമായിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. താഴ്മ ധരിച്ചവനായി പീലാത്തോസിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയാ. വാ തുറന്ന് ഡിഫെൻഡ് ചെയ്താൽ ക്രൂശീകരണം നടക്കത്തില്ല. ക്രൂശീകരണം നടന്നില്ലെങ്കിൽ നീ ഞാനും നമ്മുടെ പാപത്തിൽ മരിക്കേണ്ടി വരും. കൈസരിയ ഫിലിപ്പി വെച്ച് പത്രോസ് പറഞ്ഞു, ഈ ദൈവപുത്രനായ മശിഹായ എന്നൊക്കെ പറഞ്ഞു. യേശു പറഞ്ഞു, യെരൂശലേമിലേക്ക് പോകാൻ, ഞാൻ മരിക്കാൻ പോവുക. ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ തുപ്പും ദുഷിക്കും നിന്ദിക്കും ക്രൂശിക്കും. ഉടനെ പത്രോസ് പറഞ്ഞു, നിനക്കൊരു നാളും അങ്ങനെ. മലയാളം ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? യേശു എന്താ മറുപടി പറഞ്ഞേ? സാത്താനെ, അങ്ങനല്ല ഗ്രീക്കിൽ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, എൻ്റെ പുറകിലോട്ട് മാറി നിൽക്കണ പിശാചേ, നീ എൻ്റെ വഴി മുടക്കാൻ വന്നിരിക്കുകയാണോ? ഇതിനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് ആക്ട്. യേശു മനഃപൂർവ്വമായി ക്രൂശിൽ മരിച്ചതാണ്. എന്നെ ഇതിനായിട്ടാണ് വന്നത്. ഇറ്റ് വാസ് എ ഡിറ്റർമിനേറ്റ് കൗൺസിൽ ഓഫ് ഗോഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. തീരുമാനിച്ചതാണ്. നിൻ്റെ എൻ്റെയും വിളിയും അതാണ്. നിർണയമാം വിളി കേട്ടവരാണ് നീ ഞാനും. എന്തുവാ നിർണയമാം വിളി? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ നമ്മൾ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നമ്മളും പറയും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നതല്ല. അതിന് മുമ്പ് ഒരെണ്ണമുണ്ടല്ലോ. എന്തുവാ അത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അവിടെ നമുക്ക് വരുന്ന പ്രശ്നം. നമുക്ക് ലോകത്തെ സ്നേഹിക്കുകയും വേണം, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുകയും വേണം. നിർണയമാം വിളി കേട്ടവരാണ് നമ്മൾ. പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെയും നിന്നെയും കണ്ട് തെരഞ്ഞെടുത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വെച്ച് മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് നീ. ഉന്നതമാം വിളി കേട്ടവനാണ് നീ. ഇവിടെ നിന്നെ ഗിരികളിന്മേൽ വാഹനം പറ്റി ഓടുമാറാക്കുമെന്ന് പറഞ്ഞവൻ അങ്ങ് താരാപഥങ്ങൾക്ക് മീതെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ കാലുകൾക്ക് ബലവും വേഗതയും നൽകുവാൻ ഉന്നതമാം വിളി കൊണ്ട് നിന്നെ വിളിച്ചു. സ്വർഗീയമാം വിളി കേട്ടവനാണ് നീ. ഇവിടെ ഭൗമികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് നീ എങ്കിൽ അലൗകികമായ അഭൗമികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് നീ. ദൈവത്തിന് സ്തോത്രം.
ഉറപ്പാണ് നിന്റെ കാര്യം സഹോദര. ഇറ്റ്സ് എ ഡൺ ഡീൽ. യു ആർ റൈച്ചസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. യു ആർ കംപ്ലീറ്റ് ഇൻ ജീസസ്. തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകുമോ, ഞാൻ പോകത്തില്ലയോ, ഞാൻ പോകുമോ, രക്ഷാനിർണയം പ്രാപിക്കാത്തില്ല വിശ്വാസികളുടെ കൂട്ട് ആടിയും ചാഞ്ചാടി ഒലഞ്ഞ് നടക്കണ്ട. പോകും. ആര് പോയില്ലെങ്കിലും ഞാൻ അവിടെ കാണും. അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പ്രവേശനം പ്രാപിപ്പാൻ പുത്രൻ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ പുത്രൻ്റെ മരണം വെറുതെ അല്ല. യാതൊരു ശങ്കയുമില്ല. ധൈര്യത്തോടെ ഞാൻ അവിടെ കയറി ചെല്ലും. പുത്രൻ കയറി ചെന്ന പോലെ തന്നെ ഏതു സമയത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അയച്ചവൻ്റെ വേല ചെയ്യാൻ തീരുമാനിക്കുക, പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കുക. നിന്റെ നിലയെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവം അതെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്തു പുത്രനിൽ കൂടെ. ആമേൻ, ആമേൻ. പരിജ്ഞാനം നീ കൂട്ടണം, നീ കൂട്ടണം പരിജ്ഞാനം. അടുത്ത വാക്ക്, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. ഇന്ദ്രിയജയം നീ കൂട്ടണം. നിന്റെ ഇന്ദ്രിയങ്ങളെ നീ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് അയ്യോബ് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കാനുണ്ട്, അപ്പോൾ ഇവിടെ നമുക്ക് തീർക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ നിയമം ചെയ്യണം. നിന്റെ കണ്ണുമായും കാലുമായും നിന്റെ നാവുമായും. മറ്റുള്ളവൻ്റെ എതിരെ ദൂഷണം പറയാനുണ്ട് നാവ് ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന് നീ തീരുമാനിക്കണം. നീ ഇരുന്ന് നിന്റെ അമ്മയുടെ മകന് വിരോധമായി സംസാരിക്കുന്നു, സങ്കീർത്തനം പറയുക. സഹോദരന്മാർക്ക് വിരോധമായി, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നു. ശാപമറിയാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പരദൂഷണം പരദൂഷണം കേൾക്കുന്നതും ഒരുപോലെ. നമ്മൾ ഞാൻ പറഞ്ഞില്ല അവനാണെന്നാ. ചെവി തുറന്ന് കൊടുത്താൽ ഈക്വലി കുറ്റക്കാരനാണ്. കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരനാണ്. നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ലെന്നാണ് നമ്മുടെ വിചാരം. ദൈവത്തിന് നന്ദിയോടെ. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരനാണ്. യഹോവഭക്തനെ ബഹുമാനിക്കാതിരിക്കുന്നവനും വഷളനെ നിന്ദ്യനായി എണ്ണാത്തവനും ഒരുപോലെ കുറ്റക്കാരനാണ്. വേദപുസ്തകം കൃത്യമായി പഠിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ദ്രിയജയം. നിൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ നിനക്ക് കൺട്രോൾ ഉണ്ടാകണം. താഴെ അകത്ത് നിൻ്റെ സോളാണ്. പണ്ട് വന്നപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റഡി എടുത്തതാണ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റിൻ്റെ. സോളിന് 3 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് ഇമോഷൻ, രണ്ടാമത്തെ മൈൻഡ് അല്ലെ ഇൻ്റലക്റ്റ്, മൂന്നാമത്തത് വിൽ അല്ലെങ്കിൽ വൊളീഷൻ. അതിൻ്റെ മേൽ നിനക്ക് കൺട്രോൾ വേണം. ഇത്രയും കൺട്രോൾ വന്നു കഴിയുമ്പോഴേ നീ ആ ഇമോഷണൽ മച്യൂരിറ്റി, ഇൻ്റലക്ച്വൽ മച്യൂരിറ്റി, ഈ ബോഡിയിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ മേലുള്ള കൺട്രോൾ ഇത്രയും വന്നാലേ നീ സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് വരത്തുള്ളൂ. ഇമോഷണലി പുസ്തകത്തിൻ്റെ പേര് മറന്നു, ഒരു പുസ്തകമുണ്ട്. ഇമോഷണലി ഗ്രോ ചെയ്യാത്തവന് സ്പിരിച്വലി ഗ്രോ ചെയ്യാനൊക്കത്തില്ല. ഉറപ്പാ. പാട്ടും പ്രസംഗവും ഒക്കെ തകൃതിയായിട്ട് നടക്കും, പക്ഷേ ഇമോഷൻ്റെ മേൽ കൺട്രോളില്ല ചിലർക്ക്. ഒരിക്കലും ആത്മീയമായിട്ട് അവർക്ക് വളരാനൊക്കത്തില്ല. നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ നിനക്ക് കൺട്രോൾ വേണം. നിൻ്റെ കാലെങ്ങോട്ട് നടക്കണമെന്ന് നീ തീരുമാനിക്കണം. എന്ത് കേൾക്കാൻ ചെവി ഉപയോഗിക്കും, എന്ത് കാണാൻ കണ്ണുപയോഗിക്കും, എന്ത് പറയാൻ നാവ് ഉപയോഗിക്കും, എന്ത് ഫീൽ ചെയ്യാൻ നിൻ്റെ ത്വക്ക് ഉപയോഗിക്കും എന്നുള്ളത് നീ തീരുമാനിക്കണം. അടുത്ത വാക്യം, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. സ്ഥിരത, അത് പറയണ്ടല്ലോ. അടുത്ത വാക്യം, സ്ഥിരതയോട്. അപ്പോൾ ആടിപ്പോകുന്നത് ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. എന്നെ ഉറപ്പിച്ച് നിർത്തണമെന്നൊന്നും പ്രാർത്ഥിക്കേണ്ട. നിൽക്കുമോ നീ അങ്ങ് തീരുമാനിച്ചാൽ മതി. സ്ഥിരത നീ കൂട്ടിക്കോണം. മനസ്സിലായല്ലോ? ഇന്ന് മുതൽ ഇങ്ങനെയുള്ള ഈ വിളച്ചിൽ പ്രാർത്ഥനയെല്ലാം നിർത്തി, ഞാൻ സ്ഥിരമായി നിൽക്കും കർത്താവേ, ഞാൻ ഇന്ദ്രിയ ജയത്തിൽ മുന്നേറും കർത്താവേ, ഞാൻ പരിജ്ഞാനം കൂട്ടും കർത്താവേ എന്ന് പറഞ്ഞ് നീ അങ്ങ് മുന്നേറിപ്പോയാൽ മതി. ദൈവം തമ്പുരാൻ നിന്നെ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൃപ തന്ന് നിന്നെ അങ്ങ് വളർത്തി മുമ്പോട്ട് വിടുക. ഇതാ അതിൻ്റെ പ്രൊസീജിയർ. അല്ലാത്ത എല്ലാം മടിയന്മാരുടെയും ഉഴപ്പന്മാരുടെയും തട്ടിപ്പും പ്രാർത്ഥനയാണ് എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ ഉറപ്പിക്കുന്നു. അടുത്ത വാക്യം, സ്ഥിരതയോട് ഭക്തിയും. ഭക്തിയാ മുമ്പേ പറഞ്ഞു. ആരാ ഭക്തനെന്ന് ഇനി അത് പറയണ്ടല്ലോ. അടുത്ത വാക്യം, ഭക്തിയോട് സഹോദരപ്രീതിയും. സഹോദരപ്രീതി പറയണ്ടല്ലോ. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. സഹോദരപ്രീതിയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ആ ബ്രദർലി ലവാ, സഹോദരപ്രീതി. സഹോദരപ്രീതിയോട് സ്നേഹം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. സമയമായി. ഇനി 9 മിനിറ്റൂടെ ഉള്ളൂ. സ്നേഹം നീ കൂട്ടണമെന്ന്. ലവ് ഈസ് എ ലേൺഡ് ഫിനോമിന. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്നേഹം. പഠിച്ച് വളരുകയാണ് സ്നേഹത്തിൽ. നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ, ലിയോ ബുസ്കാഗ്ലിയ, സദേൺ കാലിഫോർണിയയിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം ലവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി. ഈവനിങ്ങിൽ, സിലബസിൻ്റെ ഭാഗമല്ല, ഏറ്റവും കൂടുതൽ പിള്ളേർ പങ്കെടുത്ത ക്ലാസ്സാണ്. ആ പുസ്തകമുണ്ട്, ലവ് എന്ന അതിൻ്റെ പേര്. പ്രൊഫസർ ഡോക്ടർ ലിയോ ബുസ്കാഗ്ലിയ, BUSC. അത് നിങ്ങൾ മേടിച്ച് വായിക്കണം. GLIA. ഫ്രാൻസിൻ്റെ പ്രാന്തപ്രദേശത്തുള്ളൊരു കാട്ടിൽ നിന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഒരു പയ്യനെ കിട്ടി. 10-12 വയസ്സുള്ളൊരു പയ്യനെ.
എങ്ങനെ സർവൈവ് ചെയ്യുന്നറിയത്തില്ല. 4 കാലിലാണ് നടക്കുന്നത്. ചില ശബ്ദങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കത്തുള്ളൂ. മനുഷ്യൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ വളരുന്ന പിള്ളേരോ അങ്ങനെയാണോ? മനുഷ്യന് സ്നേഹിക്കാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ഇതാ അതിൻ്റെ സത്യം. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, ഇതാ ഫാക്റ്റ്. ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. യൗവനക്കാരനായിരുന്നപ്പോൾ ലൈഫ് പാർട്ട്ണറിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. വയസ്സായി കഴിയുമ്പോൾ മക്കളുടെ സ്നേഹത്തിനോ അല്ലെ നേഴ്സിംഗ് ഹോമിലുള്ള നേഴ്സിൻ്റെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. സ്നേഹിക്കാതെ ഇവന് ജീവിക്കാനൊക്കത്തില്ല. മാൻ ഈസ് നെവർ ഇൻഡിപെൻഡൻറ്റ്, ഹീ ഈസ് ഓൾവേസ് ഇൻ്റർഡിപെൻഡൻറ്റ്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. അവൻ ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കത്തില്ല. യു നോ ദ ഫാബ്രിക് ഓഫ് സൊസൈറ്റി. അനേക നൂല് കൂട്ടിയാണ് ഇത് നെയ്തിരിക്കുന്നത്. ഇവിടെ കള്ളനും നല്ലവനുമുണ്ട്, ദുഷ്ടനും നീതിമാനുമുണ്ട്, കലഹപ്രിയനും സമാധാനപ്രിയനുമുണ്ട്. ഇവനെ എല്ലാം ചേർത്ത് നെയ്തിരിക്കുന്നതാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അവനില്ലാതെ അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല. എന്തുവാ ലവ്? ലവ് ഈസ് ലൈക്ക് എ മിറർ. വെൻ യു ലവ് ഹർ, ഷീ ബിക്കംസ് യുവർ മിറർ. വെൻ ഷീ ലവ്സ് യു, you become her mirror, reflecting each other's love. You see infinity. രണ്ട് ഇതിനിടെ കയറി നിൽക്കുന്ന പോലെ, രണ്ട് മിററിനിടെ കയറി നിൽക്കുന്ന പോലെ. എന്തുവാ ലവ്? ലവ് ഈസ് ഓൾവേസ് ഓപ്പൺ ആംസ്. നീട്ടപ്പെട്ട കരങ്ങളാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ നേരെ നീ കൈ മടക്കി കളഞ്ഞാൽ നിന്നെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? സ്നേഹം നീ കൂട്ടണമെന്ന് മക്കളെ ഒരപ്പനോട് ചോദിച്ചാൽ പറയുക, ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? അവർക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. വലിയ കാര്യമായിപ്പോയി. തള്ള മൃഗം പോലും സിംഹം പോലും ഇര കൊണ്ട കൊടുക്കും. ആർക്ക്? കബ്സിന്, കുഞ്ഞുങ്ങൾക്ക് കൊണ്ട കൊടുക്കും. യോബേ, കാക്ക കുഞ്ഞുങ്ങൾ തീൻ കിട്ടാതെ മുഴുവൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ആരാണെന്ന് അറിയാമോ? ഞാനാണെന്ന് ദൈവം പറയുക. നിന്റെ വിചാരം നീ ആഹാരം തേടി കൊടുക്കുന്നെന്നാ? നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാ കാ എന്ന് കുഞ്ഞു കാക്ക വാ പൊളിച്ച് കരയുമ്പോൾ തള്ളക്കാക്കയുടെ ഇടയിൽ ആഹാരം എത്തിച്ചു കൊടുക്കുന്നവൻ ഞാനാണ് യോബേ. ദൈവം പറയുക യോബിനോട്. സ്തോത്രം. നീ ആഹാരം തേടി കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ വലിയ ലക്ഷണമൊന്നുമല്ല. സ്തോത്രം. ആണെന്ന് നിനക്ക് തോന്നും. അതെല്ലാ ദുഷ്ടന്മാരും ചെയ്യുന്ന ഒരു കാര്യം അല്ല. മൂർഖൻ പാമ്പിൻ്റെ അടുത്ത് 8 അടി അകലത്തിൽ, അതിന് 8 അടി മൂർഖൻ എന്നാണ് വിളിക്കുന്നത്. 8 അടി അകലത്തിൽ വരെയൊക്കെ നിൽക്കാം മൂർഖൻ പാമ്പിൻ്റെ ഇടയ്ക്ക്. ചില മൂർഖൻ അച്ചായൻ്റെ അടുത്ത് പിള്ളേർക്ക് 16 അടി അകലത്തിൽ പോലും നിൽക്കാനൊക്കത്തില്ല. 16 അടി അകലത്തിൽ പോലും നിൽക്കാനൊക്കത്തില്ല. ചിരിയൊക്കെ അവർക്ക് ഭയങ്കര എക്സ്പെൻസാണ്. കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കത്തില്ല, ലാളിക്കത്തില്ല, ഉമ്മ കൊടുക്കത്തില്ല, പ്രിയതമയോട് ഐ ലവ് യു എന്ന് പറയത്തില്ല. ദ മോസ്റ്റ് പവർഫുൾ തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ലവ്. ദർ ഇസ് നത്തിങ് ഈക്വൽ ടു ലവ്. മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ക്ലാസിക്കൽ സ്റ്റോറീസ് പണ്ട് വന്നപ്പോൾ ഞാനിത് പറഞ്ഞ ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ലവ് സ്റ്റോറീസ്, ഹീർ റാഞ്ച, ലൈല മജ്നു, സലീം അനാർക്കലി, ചങ്ങമ്പുഴയുടെ രമണൻ, കുമാരനാശാൻ്റെ ദുരവസ്ഥ, കരുണ, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ട്രോയ് ലസാൻ ക്രസീഡ, മർച്ചൻ്റ് ഓഫ് വെനീസ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഒന്നിൽ ഇത് മൂവി കണ്ടിട്ടുണ്ട്. മൂവി എന്ന് പറഞ്ഞാൽ പറയാനൊക്കത്തില്ല ഇവിടെ പെന്തിക്കോസുകാരുടെ അല്ലേ മൂവി എന്ന്. നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. ചിരി കണ്ടാൽ അറിയാം മൂവി കാണാത്ത ആൾക്കാരാണ് എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാർ സ്നേഹത്തിന് വേണ്ടി രാജ്യങ്ങൾ വലിച്ചെറിയുന്നു. രാജകുമാരന്മാർ സ്നേഹത്തിന് വേണ്ടി സിംഹാസനങ്ങൾ വലിച്ചെറിയുന്നു. ഒറ്റ രാത്രിയിൽ ഷാജഹാൻ്റെ താടിയും മുടിയും നരച്ചുപോയി. തൻ്റെ പ്രേമഭാജനമായ മുംതാസ് മരിച്ചുപോയ രാത്രിയിൽ ഫെൽ ഇൻ ടു ഡീപ്പ് ആങ്സൈറ്റി. ഗസമനയിൽ നമ്മുടെ കർത്താവ് ഡീപ്പ് ആങ്സൈറ്റിയിലേക്ക് വീണുപോയി. രക്തം വിയർത്ത് അവിടെ. ഒറ്റ രാത്രി കൊണ്ടാണ് ഷാജഹാൻ്റെ തലമുടിയും താടിയും നരച്ചുപോയത്. അങ്ങ് അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ വരെ നീണ്ടു കിടക്കുന്ന മൈറ്റി മോഗൾ എംപയറിൻ്റെ അധിപനായിരുന്നവൻ മെൻ്റലി ഇംബാലൻസ്ഡ് ആയിപ്പോയി, ഇമ്മോബിലൈസ്ഡ് ആയിപ്പോയി, ക്രിപ്പിൾ ചെയ്തു സ്നേഹം അവനെ. സ്നേഹത്തിൻ്റെ അഗാധത അത് ഗ്രഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. സ്നേഹിച്ച് നിൻ്റെ മക്കളെ ശ്വാസം മുട്ടിക്കണം, നിൻ്റെ ഭാര്യയെ. സ്തോത്രം. ചിലരൊക്കെ നാണിച്ച് ചിരിക്കുന്ന പോലെ മോഹം അത് പറയുമ്പോൾ. സ്തോത്രം. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആർഗ്യൂ ചെയ്യുക. അപ്പോൾ പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആർഗ്യുമെൻ്റ് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുത്തി അടുത്ത് വന്നിട്ട് രണ്ടുപേരുടെയും പുറകെ കൈ പിടിച്ചിട്ട് പറയാം, കിസ് കിസ് കിസ്. അപ്പോൾ ഒരു ഉമ്മ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്നാ കൊച്ചു പൊടിക്കൊച്ചി പറയുന്നേ. മനസ്സിലായോ? ചിരിച്ചുപോയി.
ഒരിക്കലും മറക്കത്തില്ല. സ്തോത്രം. ഉപദേശിയുടെ വീട്ടിൽ ചെന്നു. പണ്ട് പറഞ്ഞാൽ തോന്നുന്നത് ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഉപദേശിയുടെ വീട്ടിൽ ചെന്നു. അമ്മയെ അച്ഛനെ കാണാൻ വന്ന അമ്മ വിളിക്കാൻ അകത്തോട്ട് പോയപ്പം ഭിത്തിയിൽ ഒരു പോർട്രേറ്റ് തൂങ്ങി കിടക്കുന്നു. ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചനാ, ഒരു നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുക. ഒരു 5-6 ഡാൽമേഷ്യൻ പട്ടി ഓൾ ഓവർ ഹിം. ഒന്നിൻ്റെ ചീക്കയിൽ നക്കുന്നു, ഒന്നവൻ്റെ കഴുത്തെ ഞെക്കുന്നു, ഒരെണ്ണം 2 കാലെടുത്ത് അവൻ്റെ ഏണൽ. ഇവൻ ആകെപ്പാടെ ഇക്കിളി കൊണ്ട് ഇങ്ങനെ ചിരിക്കുക. ഞാൻ വെച്ച് ഉപദേശിയുടെ വീട്ടിൽ എന്തിനാണ് ഈ സാധനം? നോക്കിയപ്പോൾ ഒരു 8 പോയിൻറ്റ് ലെറ്റർ സൈസിൽ അതിൻ്റെ താഴെയാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് യു ലവ് സംബഡി ഷോ ഇറ്റ്. ഞാൻ നോക്കി അച്ഛൻ വരുന്നില്ല, ഓടിച്ചെന്ന് വായിച്ചു, ഇഫ് യു ലവ് സംബഡി ഷോ ഇറ്റ്. ചിലർ പറയുന്നത് ഈ ഷോ ചെയ്യുന്നില്ലെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ ഈ കുട്ടനാടുകാർ കുളിക്കാൻ നേരത്ത് ഞങ്ങളുടെ സോപ്പ് കടയിൽ പോവും. കല്ലിനിടയിൽ പോയാൽ ഇത് കൈയിട്ടാലും കിട്ടത്തില്ല, കാലിട്ടാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ സ്നേഹം അവിടെ കണ്ട് അകത്ത് കിടക്കുക. എന്തോ ഇട്ടാലും ഇങ്ങ് പുറത്തോട്ട് വരത്തില്ല. പക്ഷേ ഇവന് കോപമുണ്ടെങ്കിൽ പുറത്ത് കാണിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കോപം ഒരു ഇമോഷനാ, ലവും ഒരു ഇമോഷനാ. ഇവൻ്റെ ലവ് മാത്രം അകത്തങ്ങാണ്ട് കിടക്കുക, എടുക്കാനൊക്കത്തില്ല. പക്ഷേ ഇവന് കോപം എന്ന് പറയുന്ന ഇമോഷനാണെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എടുക്കാം. കള്ളൻ. അതുകൊണ്ട് സ്നേഹം കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. സ്തോത്രം. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ സകല കഷ്ടതയിലും കൂടെ കഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം പോലും അവൾ എന്നോട് ഐ ലവ് യു എന്ന് ഈയിടെയായിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ സമയവും അവൾ ഐ ലവ് യു ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ അറിയാമല്ലോ. അപ്പോൾ ആരാ ആദ്യം ഐ ലവ് യു പറയുന്നേ? ഐ ലവ് യു ടു എന്നാ പറയുന്നത്. നീയാണ് കുടുംബനാഥൻ. നീ വേണം ഇനിഷ്യേറ്റീവ് എടുക്കാൻ. ഫാമിലി ആൾട്ടറിൻ്റെ പുരോഹിതനാണ് നീ. നിൻ്റെ കുടുംബത്തിൻ്റെ സ്പിരിച്വാലിറ്റി നിൻ്റെ കരങ്ങളിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കൊമ്പൻ പോകുന്നതാണ് മോഴയ്ക്ക് വഴി. നീ എത്ര ഉപദേശിച്ചു കൊടുത്താലും ശരി തന്നെ നിൻ്റെ പിള്ളേർ നീ പോകുന്നത് കണ്ടേ വളരത്തുള്ളൂ. ഫോണടിക്കുന്നു. ആരാടാ മോനെ? കുഞ്ഞുഞ്ഞങ്ങളാ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ. എന്നിട്ട് അടുത്ത ആഴ്ച ചെറുക്കനൊരു കള്ളം പറയുമ്പം കള്ളം പറയുമോടാ. അപ്പോൾ ഇവനാകപ്പാടെ കൺഫ്യൂസ്ഡാണ്. കഴിഞ്ഞ ആഴ്ച കള്ളം പറയാൻ ഇങ്ങേരാ പറഞ്ഞ്. കുഞ്ഞിൻ്റെ അകത്തോട്ട് ഈ കൺഫ്യൂഷനും കൂടെ കുത്തി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും, മൈ ഡാഡി ഈസ് എ ഹിപ്പോക്രറ്റ്. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതൽ പറയുന്നില്ല ആരാന്ന്. അവരുടെയൊക്കെ ചില ബന്ധുക്കൾ ഇവിടെ കാണും. അതുകൊണ്ട് പണ്ടൊക്കെയാണെങ്കിൽ പറയുമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി സൂക്ഷിച്ചാണ് പറയുന്നത്. എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ആരുടെയും പേരങ്ങനെ പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ റോയിന്നോ സാജുന്നോ വല്ലതും പറഞ്ഞോണം. തോമാച്ചനെന്നും ചാക്കോച്ചനൊന്നും പോലും പറയരുത്. ചിലപ്പോൾ അവർ വിചാരിക്കും അവരെ കുത്തിയാണ് പറയുന്നതെന്ന്. ഭാര്യ പറയുന്ന പോലെ മാത്രം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഭാര്യമാരുടെ ഉപദേശം കേൾക്കാത്തവൻ പെങ്കോന്തനാണെന്നാണ് എൻ്റെ പ്രസംഗം. കാരണം അവൻ അയൽവക്കത്തെ അച്ചാമ്മയുടെ വാക്കാണ് കേൾക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വാക്ക് കേൾക്കാതെ ഈ പുരുഷന്മാർക്ക് പറ്റത്തില്ല. ചിലപ്പോൾ അവൻ്റെ അമ്മയായിരിക്കും, ചിലപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിരിക്കും, അനിയൻ്റെ ഭാര്യയായിരിക്കും, അല്ലെ അവൻ്റെ പെങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടുണ്ടായി ഈ പെങ്കോന്തൻ ഇവിടെ വന്ന് ചാടുന്നത്. ഭാര്യയുടെ വാക്ക് കേൾക്കാത്തവനാണ് പെങ്കോന്തൻ. പക്ഷേ നമ്മളതിനെ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് ഭാര്യയുടെ വാക്ക് കേൾക്കുന്നവനെന്ന് അങ്ങ് ആക്കി. അവളെപ്പോലെ നിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ സഹോദര ഭൂമി? ഞാൻ നിർത്തുകയാണ്. സ്നേഹം നീ കൂട്ടിക്കൊള്ളണം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല. You won't be unproductive and ineffective. Why you are ineffective, man? Why you are unproductive, girl? ഇതൊന്നും ഇല്ല. ഇതുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നീ ഇന്നെഫക്റ്റീവ് ആയിരിക്കത്തില്ല ദൈവസഭയിൽ, നീ അൺപ്രൊഡക്റ്റീവ് ആയിരിക്കത്തില്ല ദൈവസഭയിൽ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകത്തില്ല. യു വിൽ നോട്ട് ഫോൾ, യു വിൽ നോട്ട് ബി അഷെയിംഡ്, യു വിൽ നോട്ട് ബി ഡിഫീറ്റഡ്. യു വിൽ ഹാവ് എ റിച്ച് വെൽക്കം ഇൻ ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നീ തല ഉയർത്തി ഓട്ടമടിച്ച് അവിടെ കയറുമെന്ന്. ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് പന്ത് പഠിച്ചുകൊണ്ട് കയറുന്ന ഫുട്ബോളറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ നീ തല ഉയർത്തി അക്കരെ കയറുമെന്ന്. ചമ്മി ഒരുമാതിരി കാലുകൊണ്ട് ചേനയും വരച്ചോണ്ടല്ല കയറുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചെയ്താൽ നീ ധാരാളമായ പ്രവേശനം പ്രാപിക്കും. ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ കാര്യങ്ങളെ കരുതിക്കൊണ്ടാൽ നിനക്ക് നന്ന് എനിക്ക് നന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു തീരുമാനമെടുത്തുകൊണ്ട് പോകാം. കർത്താവിന് വേണ്ടി എഫക്റ്റീവായി പ്രൊഡക്റ്റീവായി ജീവിക്കുവാൻ ഈ വാക്യങ്ങളെ, ഈ കാര്യങ്ങളെ ഞാൻ അതുപോലെ പിന്തുടരുമെന്ന്. മേക്ക് എ ഡിസിഷൻ ടുനൈറ്റ്. മേ ഗോഡ് ബ്ലെസ്.